ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു പർച്ചേസിങ് വ്ളോഗാണ് കേട്ടോ. പർച്ചേസിങ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ഞാനും എൻ്റെ കസിനും കൂടെ പോയി പർച്ചേസ് ചെയ്ത കുറച്ച് ഷോർട്സും വീഡിയോസും ഒക്കെയാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഈ ഒരു സാരിയാണ് ആദ്യം നോക്കിയത്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ റേഞ്ചൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് നോക്കിയ സാരി ഇതാണ് കേട്ടോ. അപ്പോൾ അനിയൻ്റെ ഓൺ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അഞ്ജു. അപ്പം അഞ്ജു ഞാനും കൂടെയാണ് ഇന്ന് പർച്ചേസിങ്ങിന് പോയത്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് നോക്കിയ സാരിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ പറഞ്ഞു അത് നമുക്ക് നോക്കാം. അപ്പോൾ ആ ചേട്ടൻ നല്ല കാര്യമായിട്ട് എന്നെ വിരിച്ചൊക്കെ വെച്ച് തന്നു. കാരണം വീഡിയോയും കൂടെ എടുക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ല കളർ കോമ്പിനേഷനും ഒക്കെയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അഞ്ജുവിനും ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ പറഞ്ഞു നമ്മൾ നോക്കാം, മാറ്റി വയ്ക്കാം, വെയിറ്റ് ചെയ്യാം. കാരണം നമ്മൾ ഒന്നിലല്ലോ നോക്കേണ്ട, എല്ലാം നോക്കണമല്ലോ. നോക്കിയിട്ട് നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് നമുക്ക് ലാസ്റ്റ് ഡിസൈഡ് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം പിന്നെ അമ്മയും അഞ്ജുവും ഞാനും ഒക്കെ കൂടെ ഇങ്ങനെ ഓരോന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ആ ഒരു മനസ്സിനിണങ്ങുന്ന കുറേ ടൈപ്പ് ഓഫ് സാരി ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിങ്ങനെ നോക്കി നോക്കി വരികയാണ്. ഒരു കല്യാണം വരുമ്പോഴാണല്ലേ നമുക്ക് ഭയങ്കര, കല്യാണം ഇങ്ങനെ അടുപ്പിച്ച് വരുമ്പോഴാണ് അയ്യോ ബ്ലൗസ് ആയില്ല, സാരി എടുത്തില്ല, ലെഹങ്ക എടുത്തില്ല, അയ്യോ അതെടുത്തില്ല, ഇതെടുത്തില്ല, സ്കേർട്ട് എടുത്തില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെയാണ് കല്യാണം അടുപ്പിച്ച് വരുമ്പോഴാണ്. പക്ഷേ കല്യാണത്തിന് കുറച്ച് ദൂരം ഉള്ളപ്പോഴാണ്, അതായത് കുറച്ചുകൂടെ ടൈമൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അത്ര നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല. നമ്മൾ ഇങ്ങനെ ചുമ്മാ അങ്ങ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നും പറഞ്ഞങ്ങ് നടക്കും. പക്ഷേ കല്യാണ ഡേറ്റ് ഇങ്ങനെ അടുത്ത് വരുമ്പോഴാണ് ഭയങ്കരമായിട്ട് ടെൻഷൻ കയറി ദൈവം എന്ത് ചെയ്യണോ ഏത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. കാരണം കല്യാണത്തിന് ഏതാണ്ട് ഒരു 1 വീക്ക് 2.5 വീക്കിൻ്റെ ഇടയിലാണ് ഈ ഒരു സാരി പർച്ചേസിങ് നമ്മൾ നടത്തിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു. നമ്മളിപ്പോൾ ആദ്യം കയറിയത് പോത്തീസിലായിരുന്നു കേട്ടോ. പോത്തീസിൽ വന്നപ്പോൾ അവിടെ ഒരുപാട് തരത്തിലുള്ള പട്ട് സാരികളുണ്ടല്ലോ. പട്ട് സാരിയുണ്ട്, ഫാൻസി സാരിയുണ്ട്, എല്ലാ ടൈപ്പ് ഓഫ് സാരിയും ഉണ്ട്. ഈ ഒരു സാരിയൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. ഈ ഒരു സാരി നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ സാരിയൊക്കെ നമ്മൾ മാറ്റി വയ്ക്കാൻ പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ ഈ ഒരു സാരി എടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മളിങ്ങനെ എന്നാലും ഒരു കൺഫ്യൂഷനാണ്, എന്തെടുക്കണം ഏതെടുക്കണം. കാരണം ഒരു 100 ടൈപ്പ് ഓഫ് സാരി കാണുമ്പോൾ നമ്മളെ കണ്ണിലെല്ലാം കൂടെ ഇങ്ങനെ ഒരു മഞ്ഞളിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്ന കോൺസെൻട്രേഷനും കൂടെ ആയതുകൊണ്ട് എല്ലാം എനിക്ക് നോക്കണമല്ലോ. അപ്പോൾ അതിനിടയിൽ അഞ്ജുവിൻ്റെ ഓരോന്നും സെലക്ട് ചെയ്യുന്നുണ്ട്, എൻ്റേത് നോക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കി ഒന്നും പിടിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ എടുക്കുന്നതുകൊണ്ട് ആ ഒരു വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സാരിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം. കാരണം നമ്മൾ സാരി സെലക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ആ സാരി ഒന്ന് നമ്മളെ ബോഡിയിൽ വച്ച് നോക്കുമ്പോഴേ നമുക്ക് എത്രത്തോളം അത് സ്യൂട്ട് ആകുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബോഡിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുത്തെ സെയിൽസ് ഗേൾസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നു. അപ്പോൾ ഒരു പുള്ളിക്കാരി വന്നു. അപ്പോൾ ഈ ഒരു സാരി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാരി ആയിരുന്നു. അപ്പോൾ ഇത് നമ്മളൊന്ന് ട്രയൽ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് അഞ്ജു കയറുകയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് അവർ ഉടുത്ത് സെറ്റാക്കി കാണിച്ചു തന്നത്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം അഞ്ജു നല്ല നിറം ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് ഈ സാരി വച്ചപ്പോൾ തന്നെ കണ്ടോ ഒരു ഐശ്വര്യവും അടിപൊളിയായിരുന്നു. നല്ലൊരു ഒരു അടിപൊളി ലുക്കായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ കല്യാണത്തിന് അഞ്ജു എടുത്ത സാരി, അതായത് എൻ്റെ കസിൻ അഞ്ജു എടുത്ത സാരി എന്ന് പറഞ്ഞാൽ ഈ ഒരു സാരിയാണ്. അത് നമ്മൾ ട്രയൽ നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇത് മാറ്റി വെച്ചിട്ട് വേറെ ഒരുപാട് സാരി നോക്കാനായിട്ട് പോയി കേട്ടോ. കാരണം അത് പിന്നെ ആൾ ക്യാരിയിങ് ആണ്, അതിനിടയിലാണ് പിന്നെ പർച്ചേസിങ് എന്തായാലും നമുക്ക് നടത്തിയില്ലേ പറ്റൂ.
അതിനിടയിൽ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ അഞ്ജുൻ്റെ അടുത്ത് പറയായിരുന്നു, അഞ്ജു നമുക്ക് എന്താ അഞ്ജു കോഫി ഒന്നും കിട്ടാത്തത്? പറഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞ് കോഫിയൊക്കെ വന്നു. എനിക്ക് അവിടുത്തെ കോഫിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഭയങ്കര നല്ല റേഞ്ചിനുള്ള സാരിയൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ല അങ്ങനെയുള്ളവർക്കല്ലേ കോഫി കൊടുക്കത്തുള്ളൂ. അപ്പോൾ കല്യാണം അനുബന്ധിച്ച് നമ്മൾ എന്തായാലും ആ ഒരു റേഞ്ചിലുള്ളത് എടുക്കുന്നത് കൊണ്ട് എന്താ പറയുക, ആ ഒരു സെക്കൻഡ് ഫ്ലോറിൽ ആണ് നമ്മൾ ആ ഒരു പട്ട് സാരിയുടെ ഒരു വിങ്ങിലാണ് വന്നത്, കല്യാണ സാരിയൊക്കെ കിട്ടുന്ന. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് അപ്പോഴേ കോഫിയൊക്കെ വന്നു. പിന്നെ അഞ്ജുവിന് കോഫി വലിയ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ അവൾ എൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് എന്തൊരു ഇത്രയ്ക്ക് കൊതി, എനിക്ക് എന്ത് ഇത്ര കൊതിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെയല്ല, നമ്മളിവിടെ വന്നാൽ നമുക്ക് കിട്ടാനുള്ളതൊക്കെ നമ്മൾ വാങ്ങി അങ്ങ് എടുക്കണം, നമുക്ക് കോഫിയൊക്കെ വെറുതെ തരേണ്ടയില്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ കോഫിയൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അതിനിടയിൽ ആ ഒരു പിങ്കിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ്, ഈ ഒരു പിങ്കിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് ബ്ലൂവും വച്ചപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാം കൂടെ നോക്കി കൺഫ്യൂഷൻ ആയിപ്പോയി കേട്ടോ. കാരണം പിങ്ക് എടുക്കണോ, ബ്ലൂ എടുക്കണോ, വയലറ്റ് എടുക്കണോ, പർപ്പിൾ എടുക്കണോ, റെഡ് എടുക്കണോ, അങ്ങനെ ഒരുപാട് എല്ലാം കൂടെ കളർ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കി നമുക്കും കൂടെ കൺഫ്യൂഷനായി. അവസാനമായപ്പം ഏതെടുക്കട്ടെ എന്നുള്ളൊരവസ്ഥയിലായി. അതിനിടയിൽ പിന്നെ ആ വീഡിയോയ്ക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി കണ്ടോ, ഈ ഒരു ബ്ലൂ ഒക്കെ അവൾക്ക് വച്ചപ്പോൾ നല്ല ചേരുന്നുണ്ട്. പക്ഷെ നമ്മൾ എടുത്തത് പിങ്ക് ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ട്രയൽ നോക്കി ആ ഒരു പിങ്ക് തന്നെയാണ് നമ്മൾ ലാസ്റ്റ് എടുത്തത്. പിന്നും നമ്മൾ വീണ്ടും വാരി എടുത്തിട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, എന്തെടുക്കണം, ഒരു കൺഫ്യൂഷനാണ് കംപ്ലീറ്റ് ആയിട്ട്. പക്ഷെ അതാണ് ഈ ഒരു പിങ്കാണ് അവൾ എടുത്തത്. നല്ല ഭംഗിയുണ്ടല്ലോ എൻ്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബ്ലൂ ആണ് ഇത് അവളുടെ കയ്യിലിരിക്കുന്നത്. നമ്മളിങ്ങനെ വച്ച് നോക്കി നമുക്ക് കൊതി തീരുന്നില്ല. അന്ന് കംപ്ലീറ്റ് ഫുള്ള് പർച്ചേസിങ് ഓട്ടമായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു ബ്ലൂ സാരി, അതായത് ആ പിങ്കിൻ്റെ സെയിം ബ്ലൂവും കൂടെ ഒന്ന് ട്രയൽ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതും കൂടെ ഒന്ന് ട്രയൽ നോക്കിയിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ കുട്ടി വന്ന് എന്ത് ചെയ്തു, അതൊന്ന് സെറ്റാക്കി തരാൻ ഞങ്ങൾ പറഞ്ഞു ആ കുട്ടിയോട്. അപ്പോൾ ആ കുട്ടി ആ സാരി വന്ന് നല്ലതായിട്ട് സെറ്റാക്കുകയാണ്. അപ്പോൾ ഇതുകൂടെ നമ്മൾ ട്രയൽ നോക്കിയതിന് ശേഷം നമ്മൾ കമ്പൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഏതാണെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്യും. ഈ നീല സാരി വച്ചപ്പോഴും അവൾക്ക് നല്ല ചേരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് എന്തായാലും ഈ രണ്ടും കൂടെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോയി. ഈ ബ്ലൂ വച്ചപ്പോഴും അവൾക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ വരുമ്പോൾ സൂപ്പറായിരിക്കും. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളിതാ ഇത് രണ്ടും കൂടെ വച്ച് നോക്കിയപ്പോൾ അത് ആ പിങ്ക് തന്നെയാണ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത്, ഇറച്ച് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ പിങ്ക് സെലക്ട് ചെയ്തു. അതിനുശേഷം എനിക്ക് ഈ ഒരു മഞ്ഞ സാരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ മഞ്ഞ സാരി ഒന്ന് ട്രയൽ നോക്കി. എനിക്ക് എന്തോ ഒരു കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അഞ്ജുവിനും അമ്മയ്ക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്കും വലിയതായിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കളർ കോമ്പിനേഷൻ കണ്ടപ്പോൾ എടുത്തതേ ഉള്ളൂ. പിന്നെ അത് ഞാൻ ജസ്റ്റ് ട്രയൽ നോക്കിയതേ ഉള്ളൂ കേട്ടോ. ഞാൻ എടുത്തൊന്നുമില്ല. കാരണം എനിക്ക് വച്ചപ്പോൾ ഒരു അമ്മച്ചി ലുക്കുണ്ടെന്ന് കറക്റ്റായിട്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. എൻ്റെ ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടില്ല, അമ്മയ്ക്കും മഞ്ജുവിനും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. എന്തായാലും ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ഒരു ബ്ലൗസ് ബ്ലാക്ക് ആണ് കേട്ടോ. ഈ ഒരു യെല്ലോ കോമ്പിനേഷൻ ബ്ലാക്ക് ഒക്കെയാണ് വന്നത്. കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി, എങ്ങനെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എടുത്തില്ല, സാധനം കൊള്ളത്തില്ല. പച്ചപ്പം അത്ര ഒരു ഭംഗി തോന്നിയില്ല, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളിങ്ങനെ കുറച്ച് അവരോടത്തൊക്കെ സാരിയൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് അവരുമായിട്ടൊക്കെ കുറച്ച് നേരം ഒന്ന് മിങ്കിൾ ചെയ്ത് സംസാരിച്ചു. അതിനുശേഷം അഞ്ജു ഒരു ഹൈ ഒക്കെ പറഞ്ഞു. അവൾ എന്നെ ഇങ്ങനെ നോക്കി എന്തുവാടി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.